ഈ അന്നം തരുന്ന രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ. അതുകൊണ്ട് അന്നം തരുന്ന രാജ്യത്തെ ഒന്നും പറയാൻ പാടില്ല. അതിനോട് ഒരു നന്ദി കടപ്പാടൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ കുറേ കാലങ്ങളായി അലമുറയിടുമായിരുന്നു, ആളുകളെ ആക്രമിക്കുമായിരുന്നു. ഇപ്പോൾ ദാ അന്നം തരുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയാൻ അവരില്ല. ഗൾഫ് രാജ്യങ്ങളെ നിരന്തരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഇപ്പോൾ പോലും ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. ഇറാൻ ഈ പറയുന്നത് പോലെ അവിടുത്തെ സൈനിക താവളങ്ങളെ, അമേരിക്കൻ സൈനിക താവളങ്ങളെ മാത്രമൊന്നും അല്ല ആക്രമിക്കുന്നത്. പാമിലെ സപ്തനക്ഷത്ര ഹോട്ടൽ ആക്രമിച്ചു. അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ, ഹോട്ടലുകൾ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും വന്ന് വീടുന്നുണ്ട്. സൗദിയിലാവട്ടെ, ദുബായിലാവട്ടെ, അല്ലെങ്കിൽ UAE-യിലാവട്ടെ, എല്ലായിടത്തും, ഒമാനിലും മസ്കറ്റിലും കുവൈറ്റിലും ഖത്തറിലുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ നൂറുകണക്കിന് അവിടെയുണ്ട്. പക്ഷേ ഈ പറയുന്നവരാരും അന്നം തരുന്ന ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല. അവർ ഇറാനെ അനുകൂലിക്കുകയാണ്. സൗദി അറേബ്യയും UAE-യും ഖത്തറും കുവൈറ്റുമൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ബഹളം വയ്ക്കുകയാണ് ഈ പറയുന്ന അന്നം തരുന്ന രാജ്യത്തോട് സ്നേഹം വേണം എന്ന് പറയുന്നവർ. ഇപ്പോൾ അന്നം തരുന്ന രാജ്യത്തോട് സ്നേഹമുള്ളത് സംഘികൾക്കാണ്. അതെ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ സോക്കോൾഡ് അന്നം തരുന്ന രാജ്യത്തോട്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അവരുടെ വാക്കാണ്, അന്നം തരുന്ന രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾ ഇപ്പോൾ അണ്ണാക്കി പിരിവറ്റിയിരിക്കുന്നത് എന്താണ്? സുനിൽ, അതിലൊരു കാര്യമുണ്ട്. നമ്മൾ എത്രയോ 1000 കിലോമീറ്ററുകൾക്ക് ദൂരെയാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പലസ്തീനെ കുറിച്ചിട്ടോ ഇസ്രായേലിനെ കുറിച്ചിട്ടോ ഹമസിനെ കുറിച്ചിട്ടോ ഹെസ്ബുള്ളിനെ കുറിച്ചിട്ടോ ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഈ ബഹളം കൂട്ടുന്നത് മുഴുവൻ. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന രാജ്യമാണ് ഇറാൻ. ഇന്ത്യ പറയുന്നുണ്ട്. അതിൽ ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഷിയകൾക്ക് സുന്നികളെ തീരെ ഇഷ്ടമല്ല. സൗദി അറേബ്യ അതുപോലുള്ള മറ്റെല്ലാ രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളാണ്. എങ്ങനെ അവർക്ക് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്ന് എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ അന്നം തരുന്ന രാജ്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇവർ ഒന്നും മിണ്ടാതിരിക്കുന്നത്, അവർക്ക് പല അജണ്ട ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണ് ഇങ്ങനെ ഇറാനെ ഇപ്പോൾ വാനോളം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ യുദ്ധത്തിൽ ഇറാൻ ഇനി ബാക്കി ഉണ്ടാവില്ല. അവരുടെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ആയുധം വെച്ച് കീഴടങ്ങാതെ അവർക്ക് ഒരു നിവൃത്തിയില്ല, കീഴടങ്ങിയേ പറ്റുള്ളൂ അവർക്ക്. ഇന്ന് രാവിലെ ഇപ്പോൾ സുനിൽ പറഞ്ഞു മെഹ്റബാദ് എയർപോർട്ടിന് തീ വെച്ച് കത്തിക്കൊണ്ടിരിക്കുക, വിമാനം കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതോടൊപ്പം തന്നെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇറാനിൽ നിന്ന്, ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ കൂട്ടമായിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇറാന്റെ നാഷണൽ ക്യാപിറ്റൽ ടെഹ്റാൻ സുരക്ഷിതമായ സ്ഥലമല്ല. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ജനങ്ങൾ മുഴുവൻ പലായനം ചെയ്തു. പറയാറുണ്ട്, ഞങ്ങൾക്ക് ജെറുസലേം പോലെ അറിയാം ടെഹ്റാൻ. അപ്പോൾ പിന്നെ എന്തുമാത്രം ആ രാജ്യത്തിന് അനുകൂലമായിട്ട് ഏതെങ്കിലും ഗൾഫ് കോർഡിനേറ്റിംഗ് കൺട്രീസ് നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഗൾഫ് കോർഡിനേറ്റിംഗ് കൺട്രീസിൽ മുഴുവനും ഇറാൻ ആക്രമിച്ച് ശത്രുക്കളാക്കി കളഞ്ഞു. അല്ല, അപ്പോൾ ഇവിടുത്തെ മുസ്ലിമുകൾക്ക് അവർക്ക് ഇത്രയും കാലം അന്നം കൊടുത്തിരുന്ന, അഭയം കൊടുത്തിരുന്ന സൗദിയോട്, കുവൈറ്റിനോട്, ഇസ്രായേലിനോട്, UAE-യോട് സ്നേഹമില്ലേ? അവർക്ക് എന്താണ് നടക്കണേന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വില്ലൻ, ഈ യുദ്ധത്തിലെ വില്ലൻ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. മോദി വില്ലനാണ്, അത് സംശയിക്കേണ്ട ആവശ്യമില്ല. മോദിയും വില്ലനാണ്. ഇപ്പോൾ UDF ഗവൺമെൻറ് എന്താ പറയുക, അല്ലെങ്കിൽ UDF മുന്നണി, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയും അവരുടെ ഒപ്പം നിൽക്കുള്ളൂ. ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഇസ്ലാമിക് തീവ്രവാദികളുടെ കൂടെ നിൽക്കുള്ളൂ. കാരണം അവർക്ക് വോട്ട് കിട്ടണം. തെരഞ്ഞെടുപ്പിൽ അവർ മറ്റേ ജമാഅത്തെ ഇസ്ലാമി ആയിട്ടും SDP ആയിട്ടും പോപ്പുലർ ഫ്രണ്ടൊക്കെ ആയിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിർത്തണം. അത് അവരെ കൂടെ നിർത്തണമെങ്കിൽ ഇവരെ മാക്സിമം സൂചിപ്പിച്ച് നിർത്തിയാലേ പറ്റുള്ളൂ. ബഹ്റൈനിലൊക്കെ ഇറാൻ അനുകൂലമായി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ബഹ്റൈൻ, കാരണം ബഹ്റൈനിൽ എന്തുമാത്രം തീമഴ ഉണ്ടാക്കുകയാണ്. ബഹ്റൈനിൽ തീമഴ. അതേപോലെയാണ് മറ്റേ കുവൈറ്റിലും UAE-യിലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇവര് ഈ ഇറാൻ രണ്ടും കൽപ്പിച്ചാണ്, ഒന്നിലെ ഞങ്ങൾ ജീവിക്കും അതിലെ ഞങ്ങൾ നശിക്കും എന്നുള്ള തീരുമാനത്തിലാണ് ഇറാൻ ഇരിക്കുന്നത്. അല്ല, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് സൈന്യമൊക്കെ ഉണ്ടെങ്കിലും അവർ യുദ്ധത്തിനൊന്നും പോവാതെ സമാധാനത്തോടെ കഴിയുന്ന രാജ്യങ്ങളാണ്. അവർക്ക് അവരുടെ ഇപ്പോൾ UAEക്കാണെങ്കിലും അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങൾ, അല്ലെ ഓയിൽ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവരങ്ങനെ ലോകത്തിലെ ജിയോ പൊളിറ്റിക്സിൽ ഒരിക്കലും ആയുധശക്തി പ്രയോഗിക്കാത്ത രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. അവരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ പിന്നെ ഖത്തർ 2 ഇറാൻ വിമാനങ്ങളോ മറ്റോ വെടിവെച്ചിട്ടു. അങ്ങനെ പതുക്കെ അവർ തിരിച്ചടിക്കാനുള്ള ദുർബലമായ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അതും പക്ഷേ ഇവിടുത്തെ ഈ ഇപ്പോൾ വലിയ തമാശ എന്തറിയോ, അതായത് ഇറാനാണ് യഥാർത്ഥ ഇസ്ലാം. സൗദിയും UAEയും കുവൈറ്റും ഖത്തറും ഒന്നും ഇസ്ലാം അല്ല എന്നാണ് ഇവിടുത്തെ കൺവെർട്ടഡ് മുസ്ലിങ്ങൾ പറയുന്നത്. സൗദിയിലാണ് ഇസ്ലാം ഉണ്ടായത്, അവിടെയാണ്. അവരെ ആക്രമിച്ചിട്ട് ഇവർക്ക് നോവുന്നില്ല. എന്തൊരു കഷ്ടമാണ് സാർ. ഇതിൽ ഒരു ഗൾഫ് കോർഡിനേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഗൾഫിലെ രാഷ്ട്രങ്ങൾ, പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണ്. ആ സംഘടനയിലെ ഒരു അൺറിട്ടൺ റൂളാണ് അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ളത്. അതിനെ വയലേറ്റ് ചെയ്തിട്ടാണ് ഇറാൻ ഇപ്പോൾ ഗൾഫ് കോർഡിനേഷൻ കൗൺസിലിലെ എല്ലാ രാജ്യങ്ങളെ ആക്രമിച്ചിരിക്കുന്നത്. അതൊന്ന്. പിന്നെ 2023 ഹമാസിൻ്റെ തീവ്രവാദത്തെ തുടർന്ന് അമേരിക്ക മുൻകൈ എടുത്ത് ഒരു അക്കോർഡ് ഒപ്പിടിപ്പിച്ചിരുന്നു, അബ്രഹാം അക്കോർഡ്. അത് പൊളിച്ചു. കാരണം അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഹമാസ് അവിടെ ആക്രമണം നടത്തിയതെന്ന് പോലും പറയുന്നുണ്ട്. അതെ, ഇപ്പൊ അബ്രഹാം അക്കോർഡ് ഇല്ല ഇപ്പോൾ. അതുപോലെ പിന്നെ നമ്മുടെ ഒരു ഒരു ട്രേഡ് റൂട്ട് പണിതരുന്നു. ഇന്ത്യ, ഇറാൻ, ദെൻ UAE, USA ട്രേഡിന് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും പശ്ചിമേഷ്യയിൽ നിന്ന് നിരത്ത് മാർഗം അല്ലെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ കമ്മോഡിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു അത്. അതും പൊളിഞ്ഞു പോയി. അൾട്ടിമേറ്റ്ലി നഷ്ടം ഉണ്ടാവാൻ പോണ എന്താണെന്നറിയാമോ? ഇറാൻ ഒറ്റപ്പെടും. ഇറാൻ ഒറ്റപ്പെടുന്ന മാത്രമല്ല, ഇറാഖിന് 2005, 2006 പീരീഡിൽ സംഭവിച്ചതുപോലെ എന്താ പറയുക, ഇറാനെതിരെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഒരു എംബാർഗോ പ്രഖ്യാപിക്കും, ഒരു ട്രേഡ് എംബാർഗോ പ്രഖ്യാപിക്കും. എന്ന് പറഞ്ഞാൽ ഇറാനിയൻ ഓയിൽ ആരും മേടിക്കരുത്. ഇപ്പം തന്നെ ഉണ്ടല്ലോ വിരോധമുണ്ട്, US വിരോധം കിടക്കല്ലേ. അത് കൂടുതൽ രാജ്യങ്ങൾ മേടിക്കാതെ ആയി കഴിഞ്ഞാൽ ഇറാൻ എന്ത് ചെയ്യും? അവർക്ക് വേറെ വരുമാനം എന്താ ഉള്ളത്? ഞാൻ ഈ ജിയോ പൊളിറ്റിക്സിനേക്കാൾ ഉപരി ഞാൻ ആശങ്കപ്പെടുന്നത് മലയാളിയുടെ കടുത്ത വെറിയാണ്. കാരണം അതായത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളായ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് അപലപിക്കാനായി തയ്യാറല്ല. എന്നാൽ ഇറാൻ അനുകൂലമായി ഇങ്ങനെ പോസ്റ്റിട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു വലിയ സമ്മേളനം നടന്നല്ലോ. മുസ്ലിം ലീഗ് നേതാക്കന്മാരും അതേപോലെ മറ്റേ ജമാഅത്ത് കൗൺസിലോ അവരുടെയൊക്കെ മീറ്റിംഗ് നടന്നു. അതിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ അവർ നിശിതമായിട്ട് വിമർശിച്ചു. ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഇന്ത്യ നിശബ്ദത പാലിക്കണം. അത് ഇവരെന്താണ് സൗദിയെക്കുറിച്ച് മിണ്ടാത്തത്, UAE-യെക്കുറിച്ച് മിണ്ടാത്തത്? എന്താണ് ഈ കപ്പൽ മുക്കിയിട്ടും സൗദിയും UAE-യും ബഹ്റിനും കുവൈറ്റും ഒമാനും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇവിടുത്തെ പത്രങ്ങളിൽ ആ വിവരം വന്നില്ലല്ലോ. ഇവരിവിടെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യണ എന്താ, ആക്രമണം നടക്കണ മുഴുവൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഇറാൻ അങ്ങ് വെന്നിക്കുഴി പാറിക്കുകയാണെന്നുള്ള രീതിയിലാണ് ന്യൂസ് എഴുതണം. പിന്നെ ഫോട്ടോ ഇവർ ഫോട്ടോ കൊടുക്കുമ്പോൾ മുഴുവനും ഇറാനിലെ വനിതകളുടെയും കുട്ടികളുടെയും, സുനിൽ പറഞ്ഞില്ലേ മറ്റേ കുട്ടികളുടെ, അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊരു പടം ഇട്ടു, ഒരു ചിത്രം. അതായത് 100 കണക്കിന് കുട്ടികളുടെ ജഡം ഒരുമിച്ച് സംസ്കരിക്കുന്നത്. അങ്ങനെ വിദേശകാര്യമന്ത്രി പോസ്റ്റ് ചെയ്തപ്പോൾ ലോകത്തെമ്പാടുമുള്ള റോയിട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റീട്വീറ്റ് ചെയ്തു, വാർത്തയാക്കി. പക്ഷേ പരിശോധിച്ചപ്പോൾ അത് ഇന്തോനേഷ്യയിൽ കോവിഡ് കാലത്ത് മരിച്ച കുഞ്ഞുങ്ങളുടെ ശവം അടക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ പോലും കള്ളത്തരം പറയുന്നു രാജ്യത്തിൻ്റെ മന്ത്രി. എന്തൊരു കള്ളന്മാരാണ് ഈ രാജ്യം. അവർ ആരാ ഈ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയെതിരെയുള്ള വാർത്തകൾ ഇറ്റ് വിൽ സെൽ വെൽ, ചൂടപ്പം പോലെ വിറ്റഴി. ഈ യുദ്ധകാലത്ത് ഗാസയിൽ കണ്ടിരുന്നു, ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. കുറേ ആളുകൾ ഇങ്ങനെ ഒരാളുടെ ശവമഞ്ചവുമായിട്ട് പോവുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു വിമാനം പറന്നു വരുന്നു. ഉടനെ ശവമഞ്ചം പിടിച്ച ആളുകൾ ശവമഞ്ചം താഴെ ഇട്ട് ഓടി. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ശവം എണീറ്റ് പോയില്ലേ.
വീഡിയോ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഒരു ഇറാന്റെ വിദേശകാര്യമന്ത്രി അവരുടെ രാജ്യത്ത് കൊല്ലപ്പെട്ട കുട്ടികളുടെ ശവസംസ്കാരമാണെന്ന് കുഴിമാടങ്ങളാണെന്ന് കാണിച്ച് ഇന്തോനേഷ്യയിൽ കോവിഡ് വന്ന് മരിച്ച കുട്ടികളുടെ പടം പോസ്റ്റ് ചെയ്തു. എന്തിനേറെ പറയുന്നു, 2023 ഈ ഹമസ് ഗാസയിൽ ആക്രമണം നടത്തിയില്ലേ, അതില് ആക്രമണം നടത്തിയിട്ട് അവര് ഈ വനിതകളെയൊക്കെ കൊല്ലുന്നതും മാനഭംഗപ്പെടുത്തുന്നതിൻ്റെയും ലൈവ് വിഷ്വൽസ് അവര് സോഷ്യൽ മീഡിയയിലിട്ടു. അതൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ മാധ്യമങ്ങൾ എന്താ ചെയ്തത്, പിറ്റേ ദിവസം തൊട്ട് ഇറാൻ ഈ മറ്റേ ഗസയിലെ വനിതകളും കുട്ടികളും ഇരുന്ന് കരയും. ഒരു വനിത അവരുടെ കുട്ടിയുടെ മൃതശരീരമാണെന്ന് പറയുന്നു, അതെടുത്തുകൊണ്ട് നിന്ന് കരയും. എന്നിട്ട് ഗസയുടെ വികൃത മുഖം, ക്രൂരത, ജൂയിഷ് എന്ന ജൂതായിസത്തിന്റെ സയോണിസ്റ്റുകളുടെ ക്രൂരത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത ചെയ്താൽ അവിടെ ഒരു തമാശ ഉണ്ടായി. അത് മീഡിയ ചർച്ച ചെയ്താണ്, നമ്മുടെ മീഡിയ അല്ല, സോഷ്യൽ മീഡിയ ചർച്ച. ഒരു കുട്ടിയെ കാണിച്ചു, കുട്ടിയുടെ കണ്ണിൻ്റെ ഇടതുഭാഗത്ത് വലിയൊരു പരിക്ക് വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞ് ആ കുട്ടിയുടെ വീണ്ടും ചിത്രം കാണിച്ചപ്പോൾ ആ പരിക്ക് വലത് വശം. ചില സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ കണ്ടിന്യൂറ്റി പ്രശ്നം. അല്ല, ഇത് ഒന്നാമത്തെ ഇതിൽ കൂടി ഒരു മതസ്പർദ്ധ വളർത്താനായിട്ടാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം അതല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മുസ്ലിം ലീഗായിരുന്നു. കാരണം അവർ മുസ്ലിം സമുദായത്തിൽ വൻ പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. അവരെ ഈ വർഗീയവാദികൾ വിഴുങ്ങി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ സാർ, നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലായിട്ട് 1 കോടി ഇന്ത്യക്കാരുണ്ട്. അവരുടെ ജീവിതം തുലാസിലാണ്, അവർ പ്രാണഭയത്തോടെ കഴിയുകയാണ്. ഇപ്പം ഇവിടെ ഉള്ളത് കച്ചവടം നടത്താൻ പറ്റിയത് ഇറാൻ വിജയിക്കണു, ഇറാൻ ആ വാർത്തയ്ക്കാണ് ഇവിടെയുള്ള. ഇപ്പോൾ എന്താ പറയുക, ഒരു പത്രമുണ്ട്, പിന്നെ ഒരു വാർത്താ ഏജൻസി ഉണ്ട്. ഇവരുടെ ഇൻറ്റഗ്രിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങേക്ക് ഓർമ്മയില്ലേ സുനിൽ, രത്തൻ ടാറ്റ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൈകൾ രക്തപങ്കിലുമാണ്, അദ്ദേഹത്തിന് ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹം ഇസ്രായേലായിട്ട് കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു രത്തൻ ടാറ്റ. അപ്പോൾ ആ മനുഷ്യന്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മനുഷ്യർ, അതിനെ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ട് ആ ചർച്ചകൾക്ക്, എന്താ സംതിങ് ലൈക്ക് ഈ അടുപ്പ് കൂട്ടി ചർച്ച അല്ലെങ്കിൽ അന്തി ചർച്ച. ഇത് വരുന്ന ആൾക്കാർക്കുള്ള വിവരം എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ വന്ന 3 വിദഗ്ധന്മാർ ലോകത്തിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചും അതിഗഹനമായിട്ടാണ് ആറ്റമിക് എനർജിയെ കുറിച്ചിട്ടാണെങ്കിലും സ്പേസിനെ കുറിച്ചിട്ടാണെങ്കിലും ഡാറ്റ എടുത്തിട്ട് സംസാരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷം വമിപ്പിക്കുന്ന ചാനലാണെന്ന് ആ ചാനലിനെ കുറിച്ച് പറഞ്ഞത് CPM ആണ്. എന്താ, അവർക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാനായിട്ട് ഓർഡർ ഇട്ടിരുന്നു. അല്ല, അന്നേരം ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നതും CPM ആണ്. കാളകൂട വിഷം എന്ന് ഇപ്പൊ പറയുന്നതും CPM ആണ്. പണ്ടറിയില്ലേ, അവരുടെ മുഖപത്രത്തിലൊരു വാർത്ത ഒന്നും അറിയില്ലേ, അമേരിക്കക്കാരൻ ചൂടുള്ള പട്ടിയെ ചെന്ന് ലോക റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു വിവാദം ഉണ്ടായി. അതായത് നമ്മുടെ സംവാദകനായ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ഈ ചാനലിനെ മുക്കാൽ മീഡിയ എന്ന് വിളിച്ചു. മുക്കാൽ മീഡിയ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരാളിങ്ങനെ പറഞ്ഞു, ഇത്ര മോശപ്പെട്ട പ്രയോഗം നടത്താവോ, വളരെ മോശമാണ്, നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു, ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്താ ഉദ്ദേശിച്ചത്, മുക്കാൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? പുള്ളി പറഞ്ഞത് വളരെ മോശം പ്രയോഗമാണ്, അങ്ങനെ പറയാൻ പാടില്ല. ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് അവരൊരു വാർത്തയുടെ പൂർണ്ണ സത്യം പറയത്തില്ല, മുക്കാൽ ഭാഗമേ പറയത്തുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ എന്താ മനസ്സിലാക്കിയത്? അദ്ദേഹത്തിന് പറയാൻ വയ്യ, പെട്ടു. അതുകൊണ്ട് ഞാനും മുക്കാൽ മീഡിയ എന്ന് പറയുന്നത് പൂർണ്ണ സത്യം പറയാതെ മുക്കാൽ സത്യം മാത്രം പറയുന്ന ചാനൽ കൊണ്ടാണ് ഞാനും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ എന്നെ മുക്കാൽ മീഡിയ എന്ന് വിളിച്ചത്. ഞാനിപ്പോൾ സുനിലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഡോക്ടർ എസ് കല്യാണരാമനുമായിട്ട് സംസാരിച്ചത്. വളരെ സ്കോളർലി പേഴ്സണാണ്. ചെന്നൈയിലുള്ള സരസ്വതി റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. സെപ്റ്റുജനേറിയൻ, 78 വയസ്സ് പ്രായം ഉണ്ടാവും അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതും അങ്ങ് കേട്ടതാണ്, എന്തായിരിക്കും യുദ്ധത്തിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും. അതേപോലെ ഇറാൻ വിൽ ബി ഒബ്ലിറ്ററേറ്റഡ്. അതെ, ഇറ്റ് ഈസ് ആസ് ട്രാൻസ്പാരന്റ് ആസ് എവർ. കാരണം ഇത്രയും സുതാര്യമായിട്ടുള്ളൊരു യുദ്ധം എങ്ങും നടന്നിട്ടില്ല. ഇപ്പൊ കമ്മിനിനെ കൊന്ന വിവരമൊക്കെ ഇസ്രായേലുകാർ പുറത്തു വിട്ടില്ലേ, ആര് ചെയ്തിട്ടുണ്ട്? അതൊക്കെ ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലോ, അവരുടെ ഭൂഗർഭ ന്യൂക്ലിയർ
കേന്ദ്രം. അതെ. മൊസാദിൻ്റെ IDF-ന്റെ ഹാൻഡിലിട്ടിരുന്ന അവരുടെ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റി ഒബ്ലിറ്ററേറ്റർ എന്നാണ് വന്നിരുന്നത്. അതിൻ്റെ വീഡിയോയും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ആ വീഡിയോ പ്രേക്ഷകരെ കാണിക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാണിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ വെറുതെ തള്ളിയൊന്നുമില്ല. അതിൻ്റെ വീഡിയോ ഉണ്ട്. IDF പബ്ലിഷ് ചെയ്ത വീഡിയോ നമ്മുടെ മാധ്യമങ്ങൾ മിണ്ടുന്നേ ഇല്ല. ആ വീഡിയോ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. നമുക്ക് ഡോക്ടർ കല്യാണരാമനിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം പറഞ്ഞത് ഇറാൻ്റെ കച്ചവടം തീർന്ന്, അതെ, അടിച്ചു പൂട്ടി തകർക്കും ഇറാനൊക്കെ, അവർക്ക് കീഴടങ്ങുകയാണ് നല്ലത്. കാരണം അമേരിക്കയും ഇസ്രായേലും കൂടി ഒരു വശത്ത് ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലോകം പിടിച്ചെടുക്കാൻ വളരെ എന്താ പറയുക എളുപ്പമാണ്. ഈ ഡോക്ടർ കല്യാണരാമൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഫോർകാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അപ് ടു ദി എന്താ പറയുന്ന പോയിൻ്റാണ്. ഹിലറി ക്ലിൻ്റണും പിന്നെ നമ്മുടെ ട്രംപും കൂടി മത്സരിച്ചുള്ളൂ ഒരു പ്രസിഡന്റ് പദത്തിലേക്ക്. റണ്ണപ്പ് ആ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ഇതിന് നടക്കുമ്പോൾ ഞാൻ സ്ഥിരം അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയായിരുന്നു ആരാ ജയിക്കുകയെന്ന്. അദ്ദേഹം പറയുന്നത് എത്ര സംശയം, ട്രംപ് ജയിക്കും, ട്രംപ് വിൽ വിൻ ഹാൻഡ്സ് ഡൗൺ എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇലക്ഷൻ ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്ന ഹില്ലറി ക്ലിൻ്റൺ ജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വനിത എന്നുള്ള രീതിക്ക് അവർക്ക് ജനങ്ങളിൽ അംഗീകാരം കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്ത് വനിത, അമേരിക്കക്കാർക്ക് എന്നും ശക്തനായ ഒരു പ്രസിഡന്റിനെയാണ് അവർക്ക് ആവശ്യം. അവർക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ സൂത്രമാണ് അമേരിക്ക രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ പിന്നീട് നടന്ന ഇലക്ഷനിൽ എനിക്ക് നന്നായിട്ട് അറിയാം, കല്യാണരാമൻ അമേരിക്കൻ പ്രസിഡന്റിന് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പലവട്ടം. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറേ കൂടി സുശക്തവും സുരക്ഷിതമാക്കണം. കാരണം അവിടെ കള്ളവോട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം വാഷിങ്ടണിൽ കുറേ വർഷം ഉണ്ടായിരുന്നു. ആ അനുഭവം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവർ കേട്ടില്ല, തോറ്റുപോയി. ആ തോൽവി എന്ന് പറഞ്ഞാൽ എത്ര വോട്ടിനാണ് തോറ്റെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ബൈഡൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ട്രംപ് രണ്ടും കൽപ്പിച്ചിറങ്ങി. അയാൾ ജയിക്കുകയും ചെയ്തു. അതും ഇദ്ദേഹം ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രംപാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇതിനൊക്കെ നേരിട്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാം അവർക്കൊക്കെ. ഇദ്ദേഹം ഈ കണ്ടമാനം യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ഡയറക്ടർ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം ഗവേഷണത്തിലും പഠനത്തിലും ഇൻവോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അത് ഒരു മഹാമുനിയെ പോലെ ഇരുന്ന്. അപ്പോൾ ഈ യുദ്ധം എന്താണ് പറയുന്നത്, ഫൈനൽ വിസിൽ എത്തുന്നതിന് മുമ്പ് നമുക്കറിയാം എന്താ ഗോൾ അടിക്കാനുള്ളതൊക്കെ ഗോൾ അടിച്ചു കഴിഞ്ഞു. പിന്നെ ഉള്ളത് സമയം പോക്കാൻ വേണ്ടിയിട്ടുള്ള കളി മാത്രമാണ്. ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ഒരു അരിക്കാക്കും. അവർക്ക് നമ്മുടെ മലയാളികൾ സൗദിയെ ആക്രമിച്ചാൽ, UAE ആക്രമിച്ചാൽ, ബഹറിനെ ആക്രമിച്ചാൽ, മറ്റ് ഏത് കുവൈറ്റോ ഖത്തറോ ഒക്കെ ആക്രമിക്കപ്പെട്ടാൽ സന്തോഷത്തോടെ ഇറാൻ കൈയടിക്കും. അന്നം തന്ന നാടിനോട് നന്ദികേട് കാട്ടുകയാണ് കേരളത്തിലെ ആളുകൾ. ഇതിപ്പോൾ TP ശ്രീനിവാസൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. മുൻ അംബാസിഡറാണ് അദ്ദേഹം. ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിൽ ഇന്ത്യയുടെ ഗവർണറായിരുന്നു, ബോർഡ് ഓഫ് ഗവർണേഴ്സ് മെമ്പറായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ഫസ്റ്റ് സെക്രട്ടറി എന്തോ പറ്റിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് വളരെ മോശം സ്വഭാവമാണ്. കാരണം ഈ രക്തം ചിന്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. 1 കോടിയിലധികം വരുന്ന 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാരുടെ രക്തം ചിന്തുന്ന പരിപാടിയാണ് ഈ ഇങ്ങനെയുള്ള ഒരു നിലപാട്. ഇന്ത്യക്ക് സർക്കാരിന് ചെയ്യാവുന്ന ചില പരിധികളുണ്ട്. അവർക്ക് ഇൻ്റർനാഷണൽ നോംസ് ഉണ്ടല്ലോ ചിലത്. ഈ ഓരോ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് വേണം തീരുമാനം എടുക്കാനായിട്ട്. അതൊക്കെ പാലിച്ചിട്ട് നിന്നാലും അവസാനം ജനങ്ങൾ ഏത് രീതിയിലാണോ പോകുന്നത് അതിനനുസരിച്ചിട്ടേ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും ഈ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ പറയുന്ന 1 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇവർക്ക് ഇവിടെ ഇരുന്ന് ഈ വിഷം വമിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ഒന്നും ചെയ്യണ്ട. നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.